അഭിരുചി കിച്ചണിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു പനീർ കറിയാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന പനീർ കറിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ചെയ്യേണ്ടത് 2 സവാള വളരെ കനം കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ബിരിയാണിക്കെല്ലാം ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നല്ല ബ്രൗൺ കളറാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് റിഫൈൻഡ് ഓയിലിലേക്ക് 2 സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വേണം നമുക്കിതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാൻ. സവാള ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. അതിനുശേഷം വേണം ഇതേ എണ്ണയിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇത് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം അതുകൂടി എണ്ണയിലിട്ട് ഒന്ന് വറുത്തുകോരി മാറ്റി വെക്കാം. ഇനി ഇത് രണ്ടും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ട് നന്നായി തന്നെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാൻ. ഇനി ചെയ്യേണ്ടത് ഇതേ എണ്ണയിൽ തന്നെ ഒരു ക്യാപ്സിക്കം വളരെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം അതുകൂടി ഈ എണ്ണയിലിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുത്ത് അതുകൂടി ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കണം. ഇനി വേണം നമുക്ക് ഈ കറിയാക്കി എടുക്കാൻ. ഇനി ചെയ്യേണ്ടത് ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് പനീർ കൂടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി പനീർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കലാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള എണ്ണയിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, 1/2 ടീസ്പൂൺ ജീരകം ഇതെല്ലാം ചേർത്തതിന് ശേഷം അത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം വേണം ഇതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാൻ. ഇനി ചെയ്യേണ്ടത് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം അത് എണ്ണയിലിട്ട് നന്നായി തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം വേണം നമുക്ക് ഇതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വെച്ചാൽ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു തക്കാളി, അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. ഇത് ചെറുതാണെങ്കിൽ എന്ത് കഴിഞ്ഞാൽ 2 തക്കാളിൻ്റെ ആവശ്യം ഇതിലേക്കുണ്ട്, വലുതാണെങ്കിൽ ഒറ്റയൊന്ന് മതി. അതിനുശേഷം അതുകൂടി ഈ എണ്ണയിലിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ചെറിയ തീയിലിട്ട് തന്നെ ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളിയുടെ വെള്ളയിൽ ഏകദേശം വറ്റി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിലൊന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള വഴറ്റിയ സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അത് 3ഉം കൂടി വഴറ്റിയിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം വേണം ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം നമുക്കിതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാൻ. ഇനി ചെയ്യേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിന് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം തന്നെ ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ചേർക്കേണ്ട ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരാണ്. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഈ കറിയുമായി നന്നായി തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം വേണം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഈ കറി ചെറിയ ഫ്ലെയിമിലിട്ട് വെച്ചത് ഏകദേശം 2-3 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി യോജിപ്പിച്ചതിന് ശേഷം വേണം ഇതൊന്ന് തിളച്ച് വരാൻ. അതിനുശേഷം വേണം നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പനീർ, ക്യാപ്സിക്കം ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ കറി ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വേണം ഇതൊന്ന് തിളച്ച് വരാൻ. അതിനുശേഷം ഇതിലേക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് നല്ലൊരു പനീർ കറിയുടെ റെഡിയായി കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് കൂടി അറിയിക്കുക. ഇനി നല്ലൊരു റെസിപ്പിയായി അടുത്ത വീഡിയോയിലേക്ക് കൂടി കാണാം.